ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. അകലാട് ഒറ്റയിനിയിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായി കോടതി റിമാൻഡ് ചെയ്ത പ്രതികളിൽ ഒരാൾ സബ് ജയിൽ പരിസരത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരുടെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും സംയോജിത ഇടപെടൽ മൂലം പ്രതിയെ പിടികൂടി. അകലാട് ഒറ്റയിനി സ്വദേശി അലി മോനാണ് ചാവക്കാട് സബ് ജയിലിന് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. യുവാവിനെ കാർ തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് ആക്രമിച്ച കേസിലാണ് അലിമോൻ ഉൾപ്പെടെ 3 പേരെയും അലിമോനെ ആക്രമിച്ച കേസിൽ 2 പേരെയും വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇതോടെയാണ് 5 പ്രതികളുമായി വടക്കേക്കാട് പോലീസ് ജീപ്പിൽ ചാവക്കാട് സബ് ജയിലിൽ എത്തിയത്. പ്രതികളെ ജയിൽ അധികൃതർക്ക് കൈമാറാനുള്ള ശ്രമത്തിനിടയിൽ അലിമോൻ പെട്ടെന്ന് കുതറി ഓടുകയായിരുന്നു. പ്രതി മുനിസിപ്പൽ സ്ക്വയറിലൂടെ ഓടിയതോടെ പിന്നാലെ പോലീസും ഓടി. ബഹളം കേട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് നഗരസഭാ കുട്ടികളുടെ പാർക്കിനടുത്ത് വെച്ച് പ്രതിയെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിന് കൈമാറി. ഞായറാഴ്ച പുലർച്ചെയാണ് അലിമോൻ ഉൾപ്പെട്ട 4 അംഗ സംഘം അകലാട് സ്വദേശിയായ നിഷാദിനെ കാർ തടഞ്ഞു നിർത്തി കത്തിവീശി ആക്രമിച്ചത്. ആക്രമണത്തിൽ നിഷാദിന്റെ മുഖത്ത് പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പ്രതികാരമായാണ് അലിമോന് നേരെ ആക്രമണമുണ്ടായത്. നിഷാദിനെ ആക്രമിച്ച കേസിൽ അലിമോനെ കൂടാതെ അകലാട് ഒറ്റയിനി സ്വദേശികളായ സൽമാൻ, വട്ടേക്കാട് വീട്ടിൽ സനൽ എന്നിവരെയും, അലിമോനെ ആക്രമിച്ച കേസിൽ അകലാട് സ്വദേശികളായ നിഷാദ്, ലത്തീഫ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.